എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. മുകേഷിനെതിരായ പീഡന പരാതിയിൽ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കോടതി എടുത്തു കാട്ടുന്നത്. നടിയുടെ ആദ്യ മൊഴിയിൽ നിന്ന് നിർബന്ധിത ലൈംഗിക പീഡനം നടന്നുവെന്നത് വെളിപ്പെടുന്നില്ല. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മുകേഷ് ജാമ്യ ഹർജി നൽകിയ ശേഷം വീണ്ടും പോലീസ് നടിയുടെ മൊഴിയെടുത്തിരുന്നു. ഇതിൽ ആദ്യ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നീ ഒന്നും ചെയ്യണ്ട. പരാതിക്കാരിയെ 2010 ഏതോ ഒരു ദിവസം മുകേഷ് പീഡിപ്പിച്ചുവെന്നാണ് പറയുന്നത്. തീയതി നടിക്ക് ഓർമ്മയില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ആലുവയിലെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് കാറുമായി എത്തി നടിയെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് മൊഴി. മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം മുകേഷ് തന്നെ ഇവരെ ആലുവയിലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുപോയി വിട്ടതായും പറയുന്നു. ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം നടന്നതായി വെളിവാകുന്നതെന്നാണ് കോടതി ഉയർത്തുന്ന ചോദ്യം. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നുമല്ല, ഇനിയിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് 2022 നടി 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് വാട്സപ്പ് സന്ദേശം അയക്കുന്നത്. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം. പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്. ഇത് കള്ളസത്യല്ലേ സാറേ? സത്യമായിട്ട് സത്യം തന്നെ. എന്താണോ തന്റെ ഉദ്ദേശം? 2023 ഡിസംബർ 31 രാത്രി നടി മുകേഷിന് പുതുവത്സര ആശംസാ സന്ദേശവും അയച്ചിട്ടുണ്ട്. കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇക്കാര്യവും നടി ആരോപിക്കുന്ന കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നതിൽ സംശയം ജനിപ്പിക്കുന്നതായി മാറി. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.